നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മൾ ഇന്നിവിടെ യോഗയല്ല കേട്ടോ പരിശീലിക്കാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് പോകുന്നത്. തമ്പനെയിലിൽ ഓൾറെഡി ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതെ, ഇന്ന് നമ്മൾ യോഗ ചെയ്താൽ വണ്ണം കുറയുമോ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ യോഗ ചെയ്തിട്ട് വണ്ണം കുറയുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്ന് പരാതി പറയുന്നവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. യോഗ മാത്രം ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൺട്രോൾ വേണോ, അല്ലെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ പേഴ്സണലി യോഗയും ഒപ്പം തന്നെ ഒരു ഹെൽത്തി ഡയറ്റും ഫോളോ ചെയ്ത് 30 കിലോയിലധികം വെയിറ്റ് കുറച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്ന അറിയില്ല. എൻ്റെ ഒരു സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ എനിക്ക് 103 കിലോ ആയിരുന്നു എൻ്റെ വെയിറ്റ്. അവിടെ നിന്നും ഞാനൊരു 30 കിലോളം കുറച്ചിട്ടുള്ള ആളാണ്, വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു രീതിയിലുള്ള ക്രാഷ് ഡയറ്റോ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല, പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുത്ത് ഒപ്പം തന്നെ നല്ല രീതിയിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ട് പറയാം യോഗ വെയിറ്റ് ലോസിന് സഹായിക്കുമെന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, 70 മുതൽ 80% വെയിറ്റ് ലോസിനെ പറ്റി ആലോചിക്കുമ്പോൾ ഡയറ്റാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് എന്നുള്ളൊരു കാര്യം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഞാനും പണ്ട് വിചാരിച്ചിരുന്നത് കുറേ യോഗ ചെയ്തു എന്നിട്ടും വെയിറ്റിലൊരു വ്യത്യാസം വന്നിട്ടില്ലാത്തൊരു സമയം എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറ്റ് എന്നൊരു ആസ്പെക്റ്റ്, അതിപ്പോൾ പലരും പല രീതിയിൽ പറയും. ഷുഗർ അവോയ്ഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന ഫുഡ് അവോയ്ഡ് ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നോളേജ് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ലോസ് കുറേ യോഗ ചെയ്തിട്ടും കുറയാതിരുന്നൊരു സമയമുണ്ട്. അപ്പം അതുപോലെ ഉള്ള ആരെങ്കിലും നമ്മുടെ അജ്ഞത കാരണം കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ളവരാണെങ്കിൽ, അതായത് നമുക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ഒരു വീഡിയോ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റ് എന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചില സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ്, അങ്ങനെയൊന്നുമല്ല. നമ്മൾ സാധാരണ ഹെൽത്തി ആയിട്ട് ശരിക്കും നമ്മളുടെ ജീവിത രീതിയിൽ കഴിക്കേണ്ട ആഹാരങ്ങൾ, അല്ലെങ്കിൽ പാലിക്കേണ്ട ആഹാര രീതിയെയാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു മനോഗതി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്താഗതി ആദ്യം തന്നെ മാറ്റുക. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര നമ്മൾക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ള ആ ഒരു ചിന്താഗതി ആദ്യം മാറ്റുക. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നതിനാണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വന്ന് പെട്ടിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പ് വരുത്തുക. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് കാലറി. എന്താണ് കാലറി? എനിക്ക് അറിയുന്ന രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും പറയാൻ ഞാൻ ശ്രമിക്കാം. നമ്മളുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ്, അല്ലേ? നമ്മളുടെ ശരീരത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജ്ജം വേണം. അപ്പം ആ ഊർജ്ജം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്, അല്ലേ? അതാണ് നമ്മുടെ ഫ്യൂവൽ. ഇപ്പോൾ നമ്മുടെ കാറിന് പെട്രോൾ എന്ന രീതിയിൽ തന്നെ നമുക്കുള്ള ഫ്യൂവലാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എപ്പോഴാണ് നമുക്ക് കൊഴുപ്പായിട്ട് ഫുഡ് അടിയുന്നത്? സാധാരണഗതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു എനർജിയുടെ ഒരു യൂണിറ്റാണ് കാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് സാധാരണ രീതിയിൽ 2000 കാലറിയാണ് അവരുടെ സാധാരണ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ശരീരം ഉപയോഗിക്കുന്ന കാലറി. മനസ്സിലായോ? 2000 കാലറി ഭക്ഷണം വഴി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അയാളുടെ ആ ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് ഒരു അഡൽട്ട്, അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അയാളുടെ ഏജ്, ജെൻഡർ, അതുപോലെ അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ലെവൽ, അതെല്ലാം. എന്നാലും ജനറലി ഞാൻ പറയുകയാണ്, ഒരു 2000 കാലറിയാണ് സാധാരണ ഒരു അഡൽട്ടിന് ആവശ്യമുള്ളത് ഭക്ഷണം വഴി. അപ്പോൾ 2000 കാലറി അയാൾ ഡെയിലി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത്? ഈ 2000 കാലറിയുടെ സ്ഥാനത്ത് നമ്മൾ 2500 കാലറിയോളം ഭക്ഷണം ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയാണ്, എന്നാൽ കായികമായിട്ടൊരു അധ്വാനവും ചെയ്യുന്നില്ല, നമുക്ക് 2000 കാലറി ഒരു ദിവസം നമ്മുടെ ശരീരം സ്പെൻഡ് ചെയ്താൽ മതി നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നുണ്ടെങ്കിൽ, ഈ ഒരു 500 കാലറി എക്സ്ട്രാ ആയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും. ഫാറ്റായിട്ട് അത് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് വയർ കൂടുന്നതും വണ്ണം കൂടുന്നതും ഓരോ
സെല്ലുകളിൽ വന്നിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുമ്പോഴാണ് നമ്മൾക്ക് ഈ വെയിറ്റ് കൂടുന്ന പ്രോസസ്സ് സംഭവിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ ഇപ്പോൾ 2000 കാലറിയുടെ കണക്ക് പറഞ്ഞതനുസരിച്ച് 2000 കാലറിയിൽ നിന്നും നമ്മൾ കുറയ്ക്കണം അല്ലേ? കുറക്കുക മീൻസ് ഒരു 1800 1500 കാലറി ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടോ. അതും ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ ഉയരം, ഓരോരുത്തരുടെ വെയിറ്റ്, അതിനെല്ലാം ആസ്പദമാക്കിയിട്ട് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ റഫ്ലി ഒരു കണക്ക് പറയുകയാണ്. 2000 കാലറിയിൽ നിന്ന് നമ്മൾ 1500 കാലറി ആയിട്ട് നമ്മുടെ ഫുഡ് ഇൻടേക്ക്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം. ഓക്കെ, എന്നിട്ട് അതിനൊപ്പം തന്നെ അത് ചെയ്താൽ തന്നെയും വെയിറ്റ് കുറയും. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിന് കുറച്ച് എന്തെങ്കിലും രീതിയിലുള്ള അധ്വാനം കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഒരു എക്സ്ട്രാ 200 300 കാലറി യോഗ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വിമ്മിങ്ങോ നടത്തമോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കായികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നത് വഴി നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസിന് സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്, ഹെവി ആയിട്ടുള്ള യോഗയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ ജെൻറൽ യോഗ ചെയ്യാം. ഇനി യോഗ ചെയ്യാനേ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വീട്ടിൽ നടക്കാം. അങ്ങനെ നമുക്ക് പരാതികൾ, നമുക്ക് എക്സ്ക്യൂസസ് പറഞ്ഞിരിക്കാനാണെങ്കിൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറി കുറയ്ക്കുക. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് നമ്മളുടെ എനർജി നമ്മൾക്ക് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ നമ്മൾക്ക് ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഇനി ഈ 1500 കാലറി ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് 2000 കാലറി എടുക്കുന്ന ആൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു 1500 കാലറി ഡയറ്റോ അല്ലെങ്കിൽ 1800 കാലറി ഡയറ്റോ എന്നുള്ള രീതിയിൽ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഗ്രാജുവലി നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 1500 കാലറി വരുന്ന ഒരു ഡയറ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം. മെയിനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ്, ഫൈബർ. അതാണ് നമ്മളുടെ ന്യൂട്രിയൻസ്, മെയിനായിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ്. അതല്ലാതെ വൈറ്റമിൻസ്, മിനറൽസ്, മാക്രോ ന്യൂട്രിയൻസ് വേറെ കുറേയുണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് വേറെ കുറേയുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കാർബ്സ്, പ്രോട്ടീൻ ഇൻടേക്ക്, ഫാറ്റ്, അതുപോലെ ഫൈബർ. ഈ കാർബിൻ്റെ അളവ് കുറയ്ക്കുക, അതാണ് എല്ലാവരും പറയുന്നത് ചോറിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യേണ്ട സമയത്ത് 1500 കാലറി എടുക്കുമ്പോൾ ഈ ഒരു 4 ഇതിൻ്റെയും പ്രപ്പോർഷൻ ഉണ്ടായിരിക്കണം. അതിൽ കാർബ് കൂടാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോട്ടീൻ നമ്മളുടെ ഓരോ ആൾക്കാരുടെയും വെയിറ്റിൻ്റെ, ഇപ്പോൾ 70 കിലോ വെയിറ്റ് ഉള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ 70 ഗ്രാം പ്രോട്ടീനെങ്കിലും അയാൾക്ക് ഡെയിലി ഭക്ഷണത്തിലൂടെ ലഭിച്ചിരിക്കണം. മനസ്സിലായോ? അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ റഫ്ലി ഒരു ഫുഡ് പ്ലേറ്റ് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ പാതി ഭാഗവും നമ്മൾ വെജിറ്റബിൾസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, വെജിറ്റബിൾസ് കൊണ്ടായിരിക്കണം നിറയ്ക്കേണ്ടത് പാതി ഭാഗം. പിന്നെ ഉള്ള പാതി ഭാഗം 2ആയിട്ട് കട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗത്തിൽ കാർബോഹൈഡ്രേറ്റ് ആവാം, അതായത് എന്തും ആവാം, ചോറാവാം, ചപ്പാത്തി ആവാം, ഇടിയപ്പം ആവാം, എന്ത് തന്നെ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിൽ തന്നെയാണ്. അപ്പോൾ ആ ഭാഗം അതുകൊണ്ട് നിറയ്ക്കണം. പിന്നെയുള്ള ഭാഗം പ്രോട്ടീൻ ആയിരിക്കണം. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും കടലപ്പയർ, പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം പ്രോട്ടീനാണ്. ഒരു വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് അത് ആശ്രയിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ളവർക്ക് ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡിൽ. അപ്പോൾ ആ ഒരു പ്ലേറ്റ് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നല്ലോ, മനസ്സിലായല്ലോ? ഒരു പ്ലേറ്റിൻ്റെ പാതി ഭാഗവും വെജിറ്റബിൾസ് ആയിരിക്കണം. വെജിറ്റബിൾസിൽ കൂടുതലായിട്ടും സാലഡ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് കുക്കുംബർ ആവാം, ക്യാരറ്റ് ആവാം, തക്കാളി ആവാം, ആ രീതിയിലുള്ള സാലഡ് കൊണ്ട് വയറ് നിറയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് തോരനോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ, ഈ ഒരു പ്ലേറ്റിൻ്റെ പാതി ഹാഫ് ഭാഗത്ത് അതുകൊണ്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ മലയാളികൾ കഴിക്കുന്ന കറിയുടെ രൂപത്തിൽ സാധാരണ ഒരു പ്ലേറ്റ് ഫുള്ള് ചോറും അതിനറ്റത്ത് കുറച്ച് കറികൾ എടുക്കുന്നതിന് പകരം ഒരു പ്ലേറ്റ് ഫുള്ള് പച്ചക്കറികൾ എടുത്തതിന് ശേഷം സൈഡിൽ കുറച്ച് കറി പോലെ ചോറ് എടുക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡ്, ഉദാഹരണത്തിന് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു പോവുകയാണ് കേട്ടോ. രാവിലത്തെ ഫുഡിൽ 3 ഇഡ്ഡലിയോളം വരാം, കുഴപ്പമില്ല. 3 ഇഡ്ഡലി, പിന്നെ സാമ്പാർ പ്രോട്ടീൻ, വെജിറ്റബിൾസ് ഉണ്ട്, അതിൽ പരിപ്പ് ഉള്ളത് കൊണ്ട് പ്രോട്ടീൻ്റെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മീലായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി പുട്ടാണെങ്കിൽ കടല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു സാലഡോ മറ്റോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുക്കുംബർ പതിയൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും പിന്നെ നമ്മൾ ഉപ്മാവാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉപ്മാവിൽ ചിലപ്പോൾ പച്ചക്കറി മാക്സിമം ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ അതിൽ തന്നെ വെജിറ്റബിൾസ് കിട്ടി. കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ റവ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന പച്ചക്കറികൾ അതിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഉപ്മാവിലൊക്കെ സാധിക്കും. അപ്പോൾ അത് പ്ലെൻറ്റി ഓഫ് പച്ചക്കറികൾ കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതുകൂടാതെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ട, നിങ്ങൾ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയെങ്കിലും എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു 6 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. നിങ്ങൾക്കപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക എങ്ങനെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാം. ഇപ്പോൾ പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കഷ്ണം, ഒരു കുറ്റിയിൽ 3 കഷ്ണമായിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ പുട്ടുകുറ്റിയുടെ അളവനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക. വലിയ പുട്ടുകുറ്റിയിൽ ചിലപ്പോൾ ഒരു കഷ്ണം എന്ന് പറയുന്നത് ചെറിയൊരു പുട്ടുകുറ്റിയിൽ 2 കഷ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സാമാന്യ ബോധത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു 100 ഗ്രാം, 100 മുതൽ 150 ഗ്രാം ഒക്കെ വരുന്ന രീതിയിൽ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കഴിക്കുക. അതാണ് രാവിലത്തെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഫ്രൂട്ട് കഴിക്കാം. ഫ്രൂട്ട് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഒരു ഫ്രൂട്ട് കഴിക്കാം. അത് ഫ്രൂട്ട് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കാലറി കൂടിയ ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയും ഏത്തപ്പഴവും എല്ലാമാണ്. പക്ഷെ അത് കഴിക്കാൻ പാടില്ല എന്നില്ല. അതിൻ്റെ അളവ് കുറച്ച് കൺട്രോൾഡ് ആയിട്ടിരിക്കണമെന്നേ ഉള്ളൂ. ഒരു 100 ഗ്രാമൊക്കെ നിങ്ങൾക്ക് ഒരു സമയം സെർവിങ്ങിന് എടുത്തു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാം? ഫ്രൂട്ട്, പൈനാപ്പിൾ, അതുപോലെ പേരയ്ക്ക നല്ലൊരു ഓപ്ഷനാണ്. തണ്ണിമത്തൻ ഈ ഒരു ചൂട് സമയത്ത് ലോ കാലറിയിൽ കിട്ടുന്നൊരു ഇതാണ്. നമുക്ക് വയറ് നിറയ്ക്കാനായിട്ടും വെള്ളത്തിൻ്റെ കണ്ടന്റ് നന്നായിട്ട് കിട്ടാനായിട്ടും നമ്മൾ സഹായിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു സമയത്ത് എടുക്കാം. ഇനി അതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കപ്പലണ്ടി മിഠായിയോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കടലമിഠായി എന്നല്ല പറയുന്നത്, കടലമിഠായി അല്ലെങ്കിൽ ഒരു പിടി കപ്പലണ്ടി, ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ്. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ വറവ് പൊരി ഐറ്റംസൊക്കെ മാക്സിമം മാറ്റുക. വെയിറ്റ് ലോസിന് വേണ്ടിയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വറവ് പൊരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നിങ്ങളൊരു 3 മാസത്തേക്ക് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. പക്ഷേ ആ ഒരു തോന്നൽ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അല്ലാതെ മറ്റേ ആൾ പറയണതനുസരിച്ച് ഇയാൾ പറയണതനുസരിച്ച് അത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ളൊരു തോന്നലായിരിക്കണം. എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു ദൃഢമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ നമുക്കൊരു മാരേജ് ഫംഗ്ഷന് മുന്നേ ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം അങ്ങനെയൊക്കെയില്ല. പക്ഷേ ഇതൊക്കെ ഒരു പോസിബിൾ ആയിട്ടുള്ള ലക്ഷ്യമായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കുന്നൊക്കെ ഉള്ളത് ഒരു മണ്ടത്തരാണെന്ന് ഞാൻ പറയുള്ളൂ. നമുക്കത് സീരിയസ് ആയിട്ടുള്ള വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്? മോർണിംഗ് മിഡ് ബ്രേക്ക് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്രഞ്ച് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇടയ്ക്കുള്ള ആ ഒരു ഫ്രൂട്ടോ മറ്റോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 1 കപ്പ് അളവിൽ ചോറെടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോഴും ഓരോരുത്തരുടെയും കപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ജനറലി ഞാൻ പറയും ഒരു 150 ml വരുന്ന ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു കട്ടോരി എന്നാണ് അതിനെ പറയുന്നത്. നിങ്ങളൊരു ഗ്ലാസ്, ഒരു സാധാരണ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സൊക്കെ 150 ml ആയിരിക്കും. വലിയ കപ്പല്ല കേട്ടോ, ഇങ്ങനെ കൈ പിടിക്കുന്ന കപ്പല്ല. സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഒരു 150 ml ആയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളത് അളന്നെടുക്കുക. കുറച്ച് ദിവസം ഒന്ന് അളന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയാണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, നമ്മൾ കുറവാണ് എടുക്കണതെന്ന് വിചാരിച്ച് ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പോൾ 1 കപ്പ് അളവിൽ ചോറെടുക്കാം, ഒരു 150 ml ഒക്കെ വരുന്ന രീതിയിൽ. ഇത് പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ട് തന്നെ നല്ല ഒരു പറ ചോറ് തിന്നുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അത്രയും കുറച്ച് കൊണ്ടുവരേണ്ട. ഗ്രാജുവലി പതിയെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. അതല്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടും കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ വിശപ്പ് മാറില്ല എന്ന് പറയണ്ട. നിങ്ങൾ എന്തുകൊണ്ടാണ് വയറ് നിറയ്ക്കേണ്ടത്? നമ്മൾക്ക് സാലഡ്സ് ഉണ്ട്, ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റൊക്കെ വളരെ ചീപ്പായിട്ട് എല്ലാവർക്കും തന്നെ മേടിക്കാൻ സാധിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ അത് വെക്കാം. പിന്നെ തോരനൊക്കെ കൂടുതൽ ഉണ്ടാക്കാനായിട്ടുള്ള സമയവും സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു തോരൻ കുറേ എടുക്കുക. അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, അങ്ങനെ വെറൈറ്റി ഓഫ് തോരൻ എടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് എടുക്കരുത്. ഉരുളക്കിഴങ്ങ് വെജിറ്റബിൾ ആണെങ്കിലും കാലറി കൂടുതലാണ്, കാർബിലാണ് ഏകദേശം തന്നെ ഉരുളക്കിഴങ്ങും കപ്പയൊക്കെ വരുന്നത്. കായികമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സെഡൻറ്ററി ആയിട്ട് വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എല്ലാം ഇതിൻ്റെ അളവൊന്ന് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 1 കപ്പ് അളവിൽ ചോറെടുത്തു, ബാക്കി പച്ചക്കറികളെടുത്തു. പിന്നെ പ്രോട്ടീനിൻ്റെ അവിടെ എന്താണ്, വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മുടെ പരിപ്പ്, പയർ വർഗ്ഗങ്ങളൊക്കെ എടുക്കാം. അതേപോലെ സോയ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെന്താണ്, മഷ്റൂം, പനീർ. എല്ലാവർക്കും മഷ്റൂം പനീറൊക്കെ ചിലപ്പോൾ അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിലും പരിപ്പ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്, അത് കഴിക്കുക. പിന്നെ
ഒരു മുട്ട, പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിക്കാനായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ ആ രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇതായിരിക്കാം. നിങ്ങളുടെ ഒരു മീലിൽ ഒരു 20 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ മിനിമം ഒരു 60 ഗ്രാമെങ്കിലും പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 70 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 70 ഗ്രാം പ്രോട്ടീനെങ്കിലും നമ്മൾ ശരീരത്തിലോട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ടുള്ള ക്ഷീണം, മറ്റ് ബുദ്ധിമുട്ടുകൾ, മുടി കൊഴിച്ചിൽ, അങ്ങനെ പല പല വേറെ ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോട്ടീൻ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ച വരെ എത്തി അല്ലേ, ഉച്ചയ്ക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തു. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ കറികൾ എടുക്കുമ്പോൾ തന്നെയും വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ അരപ്പ് പല രീതിയിലും ആയിരിക്കും കറികൾ വെക്കുന്നത്. കടലക്കറിയൊക്കെ തന്നെ നല്ല തേങ്ങയൊക്കെ അരച്ച് ഹെവി ആയിട്ട് അതിൻ്റെ മുകളിൽ കടുകും താളിച്ചൊക്കെ ഇട്ടാൽ കൊഴുപ്പ് കൂടും. അതിന് വേറൊരു വ്യത്യാസമില്ല. അപ്പോൾ അത് മിനിമം ഇതിലായിരിക്കണം. എന്തായിരിക്കണം, വെറുതെ താളിച്ചിട്ട് എടുക്കില്ലേ നമ്മൾ, പുഴുങ്ങിയ കടല വെറുതെ താളിച്ച് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1-2 ടീസ്പൂൺ അളവിൽ എണ്ണ യൂസ് ചെയ്തിട്ട് മിനിമം എണ്ണയിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആ രീതിയിലുള്ള പാചക രീതിയും കൂടി ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ കൊഴുപ്പ്, ഈ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നത് ഒഴിവാക്കിയിട്ട് ചിക്കൻ കറിയിലെ ചിക്കൻ പീസ് എടുത്തിട്ട് കഴിക്കുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്തെടുക്കാം, ഒരു ബട്ടർ മിൽക്ക്, ഒരു ഗ്ലാസ് മോര് കുടിക്കാവുന്നതാണ്. നല്ല ഫില്ലിങ്ങും ആയിരിക്കും, കൂളിംഗ് ആയിരിക്കും. ആ ഒരു ഹെൽത്തി മീലായിട്ട് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഈവനിങ് ഒരു 4 മണിക്ക് ആകുമ്പോൾ ചായ അല്ല കേട്ടോ, ചായ കുടിക്കലില്ല നമുക്കിവിടെ. ചായ കുടിക്കണമെന്ന് അത്രത്തോളം ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾക്ക് പഞ്ചസാര ഇടാതെ ചായ കുടിക്കുക. വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങളുടെ വില്ലനാണ്. അല്ലെന്നുണ്ടെങ്കിലും വില്ലൻ തന്നെയാണ്. പഞ്ചസാര കൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, വെളുത്ത പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഉപദ്രവം ചെയ്യുന്നുണ്ട്. ഓവർ ടൈം നമ്മളുടെ എല്ല് തേയ്മാനത്തിന് വരെ അത് സഹായകരമായിട്ട് മാറും. അല്ലെങ്കിൽ എല്ല് തേയ്മാനം കൂട്ടാനായിട്ട് ഈ പഞ്ചസാരയുടെ ഉപയോഗം സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. ഒരു ആവശ്യമില്ലാത്ത വിഷത്തെയാണ് ഈ പഞ്ചസാരയുടെ അളവിൽ ചായയിലൂടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളത് മാറ്റാൻ ശ്രമിക്കുക. ഇനി ചിലർക്കൊക്കെ അതൊരു അഡിക്ഷൻ പോലെ, ചായ കുടിക്കാതെ പറ്റില്ല, തല കറങ്ങും, കൈ കറക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. പിന്നെ ഹെൽത്തിയർ ഓപ്ഷനിലോട്ട് മാറുക. ഹെൽത്തിയർ ഓപ്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വെള്ള പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ കുറച്ച് ദിവസത്തെ ആ ഒരു ടേസ്റ്റ് പിടിക്കായികയേ ഉണ്ടാവുള്ളൂ. പതിയെ പതിയെ നമ്മൾക്കതെല്ലാം പിടിച്ചോളും. പക്ഷെ എൻ്റെ കേസിലൊക്കെ എനിക്ക് പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ അതിനേക്കാളും നല്ലത് കുറച്ച് ചൂടുവെള്ളം കുടിക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇത് ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കത് പറ്റണില്ലെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ, പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. പഞ്ചസാര, വെള്ള പഞ്ചസാരയ്ക്ക് പകരം, റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാരയ്ക്ക് പകരം ഈ ശർക്കരയോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലും കാലറി ഉണ്ട്, മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. തീരെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ഓപ്ഷൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അപ്പോൾ ഈ വൈകുന്നേരം ഇങ്ങനെയായി, പിന്നെ എന്ത് ചെയ്യാം, ഒരു പൊരിക്കടലയോ അല്ലെങ്കിൽ കപ്പലണ്ടി വറുത്തതല്ല, കപ്പലണ്ടി ചുട്ടതില്ലേ, കപ്പലണ്ടി ചുട്ടത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സാലഡ്, പയർ മുളപ്പിച്ചതൊക്കെ സാലഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് പയർ മുളപ്പിച്ചതിൻ്റെ കൂടെ കുറച്ച് സവാള, തക്കാളി ഒക്കെ ഇട്ടിട്ട് കഴിക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ്, കുറച്ച് ചാറ്റ് മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഈവനിങ് ടൈമിൽ കഴിക്കാം. അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ, ഒരു ആപ്പിളോ, ഒരു പേരയ്ക്കയോ പഴമോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നൈറ്റിലേക്ക് വരുമ്പോൾ, നൈറ്റിലും ഈ പറഞ്ഞ ഫുഡ് പ്ലേറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ നൈറ്റിൽ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലേറ്റ് ആയിട്ട് കഴിക്കാതിരിക്കുക. കുറച്ച് മുന്നേ ഒരു 2-3 മണിക്കൂർ, ഉറക്കത്തിന് 2-3 മണിക്കൂർ മുൻപ് നമ്മളുടെ മീൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ രാത്രിയും ഈ പറഞ്ഞതുപോലെ കാർബ്, അത് നിങ്ങൾ ചപ്പാത്തിയോ ചോറോ എന്ത് തന്നെ ആവാം, വലിയ രീതിയിൽ വ്യത്യാസങ്ങളൊന്നും സത്യത്തിൽ ഇതിൽ രണ്ടിലും വരുന്നില്ല. പക്ഷേ കൂടുതൽ ആൾക്കാരും ചപ്പാത്തി എന്ന് പറയുമ്പോൾ 1-2 ചപ്പാത്തി എന്നുള്ള അളവിൽ പറയാൻ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് തന്നെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു കപ്പ് അളവിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ബാക്കി സാലഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 മണിക്കൊക്കെ കഴിച്ച് നിർത്താൻ സാധിക്കുന്ന രീതിയിലോട്ട് നിങ്ങൾ വരിക. 10-11 മണിക്കൊക്കെ കഴിക്കുന്നവരോട് ഒറ്റ ദിവസത്തിൽ ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് എനിക്കറിയാം.
അപ്പോൾ നിങ്ങൾ 7 മണിക്ക് മുമ്പ് ഈ ഒരു മീൽ കഴിച്ചിട്ട് പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എത്ര വേണമെങ്കിലും കഴിച്ചോളൂ. ഞാൻ പറഞ്ഞ പോലെ കുക്കുംബർ, സാലഡ് അതൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ പറയുക നമ്മുടെ മനസ്സിനോട്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത്, കുറച്ചൊരു ആ ഒരു ക്ഷമ കാണുക, ആ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും ചെയ്തിട്ടുള്ളതല്ല, ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്കൊരു ദിവസത്തെ മീൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി വരുമ്പോഴും ഒരു 1500 കാലറി ഒക്കെ വരുന്ന രീതിയിലായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്നത്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് യോഗ ചെയ്യാം. ഇപ്പം എൻ്റെ യോഗ ചാനൽ ആയതുകൊണ്ട് തന്നെ 15 മിനിറ്റിൻ്റെ യോഗ, 10 മിനിറ്റിൻ്റെ യോഗ, 5 മിനിറ്റിൻ്റെ യോഗ വരെ ചെയ്തിട്ടുണ്ട്. തീരെ നിങ്ങളൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നേരെ മറിച്ച് ഓൾറെഡി യോഗ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടാനായിട്ട് ശ്രമിക്കുക. പതിയെ പതിയെ, ചിലപ്പോൾ ഒരു 6 സൂര്യ നമസ്കാരം ചെയ്യുന്നവർ അത് പതിയെ കൗണ്ട് കൂട്ടി ചെയ്താൽ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. യോഗ ഇനി എങ്ങനെ വെയിറ്റ് ലോസിന് സഹായിക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ യോഗ സഹായിക്കും. കോർട്ടിസോൾ എന്ന് പറയുന്നതൊരു സ്ട്രെസ് ഹോർമോണായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടുകയാണെങ്കിലും വെയിറ്റ് ലോസിനെ അത് റിവേഴ്സായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ആ ഒരു കോർട്ടിസോളിൻ്റെ ലെവൽ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ഹോർമോൺസ് എല്ലാം ഇൻക്രീസ് ചെയ്ത് നമുക്ക് സന്തോഷത്തോടു കൂടി ആ ഒരു വെയിറ്റ് ലോസ് ജേർണി ചെയ്യാനായിട്ട് നമുക്ക് വിൽ പവർ പലപ്പോഴും വേണ്ടി വരും. നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പൂടിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കാനായിട്ടുള്ളൊരു വിൽ പവർ വേണ്ടി വരും. ചിലപ്പോൾ വീട്ടിലെല്ലാവർക്കും തന്നെ ഇത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവരൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു മൈൻഡ് പവർ കിട്ടാനായിട്ട് നമുക്ക് യോഗ സഹായിക്കും. സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമുക്ക് ആ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടെല്ലാം യോഗ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഒരു റഫായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കരുത്. മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ ഡോക്ടറിനെ കണ്ട് തന്നെ നിങ്ങൾ ഒരു ഡയറ്റ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷനോ അല്ലെങ്കിൽ ന്യൂട്രീഷനോ ഡയറ്റീഷ്യനോ ഒന്നുമല്ല. പക്ഷേ നമ്മൾ യോഗ പഠിക്കുമ്പോഴും യോഗയുടെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുന്ന ബേസിക്കായിട്ട്, പിന്നെ എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. മറ്റെന്താണ്, ഓക്കെ, ഓൾറെഡി തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. എത്രത്തോളം നിങ്ങൾക്കത് കൺവേ ആയി എന്ന് എനിക്കറിയില്ല. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് ചോദിക്കൂ. ഞാൻ പറഞ്ഞതുപോലെ അത് കഴിക്കാമോ, ഇത് കഴിക്കാമോ, മറ്റേത് കഴിക്കാമോ, അങ്ങനെയൊന്നുമല്ല. എല്ലാം കഴിക്കാം. കൺട്രോൾഡ് ആയിട്ടുള്ള അളവിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. ഓക്കെ, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് എടുക്കാനായിട്ട് പാടുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, സ്ട്രെസ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ജേർണി മുന്നോട്ട് കൊണ്ടുപോകുക വെയിറ്റ് ലോസിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത്രയൊക്കെ തന്നെയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നമസ്തേ.